ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ടെൻഷൻ കാരണം ചായ കുടിക്കാണ് ഗൈസ്, തണുത്ത് പോയി ചായ. ഹേ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയാണ് ഗൈസ്. കുഞ്ഞപ്പൻ ഇതുവരെ എണീറ്റിട്ടില്ല. ഇന്ന് കുഞ്ഞപ്പൻ എക്സാം ആണ് കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുഞ്ഞപ്പൻ പരീക്ഷ എഴുതാൻ പോകുന്നത്. ഉച്ചവരെ ഉള്ളൂ പരീക്ഷ. അപ്പോൾ ഓട്ടോ വരും, അപ്പോൾ അവനെ റെഡിയാക്കണം. അച്ഛനും മോനും കൂടി നല്ല ഉറക്കാണ്. നല്ല മഴയായതുകൊണ്ട് എണീക്കാൻ തോന്നുന്നില്ല. പിന്നെ ലഞ്ചൊന്നും കൊണ്ടുപോകണ്ട, വെള്ളം ടിഫിനും മാത്രം കൊണ്ടുപോയാൽ മതി. അങ്ങനെ കുഞ്ഞപ്പനെ എണീപ്പിച്ചു, കസേര കൊണ്ടുവന്ന് ഇരുത്തി കേട്ടോ. പാവം അവിടെ ഇരുന്ന് തൂങ്ങി ഉറങ്ങാണേ. കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും, പക്ഷെ അവന് പരീക്ഷയല്ലേ, വിടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ പരീക്ഷയുടെ അന്നത്തെ വ്ളോഗാണ് ഗൈസ് ഇത്. ഇത്രയും ദിവസം വൈകിയത് എന്താന്ന് വെച്ചാൽ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു മടി കൊണ്ട് അങ്ങനെ വൈകിപ്പോയതാണ്. അപ്പോൾ ഞാൻ കുളിപ്പിച്ച് പല്ല് തേപ്പിച്ച് ഭയങ്കര ആ ഒരു കുളിപ്പിക്കാനും പല്ലേപ്പിക്കാനും ഒക്കെ രാവിലെ ഇച്ചിരി പാടാണ് കേട്ടോ. വേറെ ആരും അവനെ കുളിപ്പിക്കാനോ പല്ല് തേപ്പിക്കാനോ ഒന്നിനോ സമ്മതിക്കില്ല, ഞാൻ തന്നെ വേണം. അപ്പോൾ അതെല്ലാം ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആൾ ഉഷാറാകും, ആക്റ്റീവ് ആകും. അപ്പോൾ അതേ ഞാൻ ഓട്സ് മതി അവനെന്ന് പറഞ്ഞിട്ട് ഓട്സ് ഉണ്ടാക്കി. സാധാരണ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന പലഹാരം തന്നെയാണ് അവൻ കഴിക്കുന്നത്. ചില ദിവസങ്ങൾ ഇതുപോലെ അമ്മയെ ഓട്സ് മതി എന്ന് പറയും, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി. അച്ഛയാണ് യൂണിഫോം ഇട്ട് കൊടുക്കുന്നതും സോക്സും ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുന്നതും. അതൊന്നും അവന് കുഴപ്പമില്ല, അത് അച്ഛ ചെയ്യുന്നതിന് അവന് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ രാവിലെ ഉറക്കപ്പിച്ച് എണീക്കുമ്പോൾ കുളിപ്പിക്കാനോ പല്ല് തേപ്പിക്കാനോ അവനെ തൊടാൻ പോലും വേറെ ആരെയും കൊണ്ട് സമ്മതിക്കില്ല. ആൾക്ക് ചെറിയ ചുമയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി കഴിഞ്ഞപ്പോൾ തന്നെ അതേ മരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് എക്സാം ആണ്, ഫസ്റ്റ് ഡേ എക്സാമിൻ്റെ അന്ന് പോകുന്ന വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൻസിൽ റബ്ബറൊന്നും കൊടുത്തു വിടണ്ട, ക്രയോൺസ് മാത്രം മതിയെന്ന്. പക്ഷെ ഞാൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു മനസ്സമാധാനം ഇല്ല, ഇനി എങ്ങാനും ഇല്ലെങ്കിലോ ടീച്ചർക്ക് പെട്ടെന്ന് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ ഓർത്ത് ഞാൻ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ബാഗിൽ. അങ്ങനെ ഓട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പിന്നെ വേറൊരു വിശേഷം എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ അപ്പൂപ്പൻ്റെ ആണ്ടായിരുന്നു, 3ാമത്തെ ആണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞപ്പൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ആണ്ടാണ് കേട്ടോ നടക്കുന്നത്. ലഞ്ചൊന്നും കൊടുത്തു വിടണ്ട, ഉച്ചവരെ എക്സാം ഉള്ളൂ. അപ്പോൾ അതേ ടിഫിനിൽ മുറുക്കും വേറെ എന്തോ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. വെള്ളവും ടിഫിന് മാത്രം കൊടുത്തു വിട്ടാൽ മതിയായിരുന്നു. അപ്പോൾ അവൻ അതൊക്കെ ഒന്നുകൂടി എടുത്ത് നോക്കുകയാണ് കേട്ടോ, അമ്മ എന്തൊക്കെയാണ് വെച്ചേക്കണേന്ന്. അപ്പോൾ നമ്മുടെ വീട് പറമ്പും എല്ലാം വൃത്തിയാക്കി, പിന്നെന്താ കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് അവന് ഭയങ്കര സംശയമുണ്ട് കേട്ടോ. പറമ്പൊക്കെ കിളച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. തലേ ദിവസം രാത്രി അച്ഛൻ്റെ അനിയന്മാരും ഭാര്യമാരും മക്കളും എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പൻ അറിയാം എന്തോ ഒരു പരിപാടി നടക്കാൻ പോവാണെന്ന്. പക്ഷെ രാവിലെ അവനോട് എണീറ്റിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം അവൻ എക്സാമിന് പോകുമല്ലേ. അപ്പോൾ ഇവിടെ എല്ലാവരും വരും, ഇവിടെ പരിപാടിയൊക്കെയാണെന്ന് അറിഞ്ഞാൽ പുള്ളിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അവൻ എന്തായാലും ഉച്ചയ്ക്ക് വരുമല്ലോ. ഉച്ചയ്ക്ക് വരുമ്പോഴാണ് നമ്മൾ ഫുഡും കാര്യങ്ങളും സദ്യയൊക്കെ കഴിക്കുന്നത്. ഇതാണ് കേട്ടോ അപ്പ. അപ്പോൾ അപ്പയുടെ ഭാര്യയുണ്ട് ചിറ്റ, അപ്പയുടെ ഫോട്ടോയും കൊണ്ട് വന്നതാണ്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പ മരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ കിടന്നിട്ട് ശരിക്കും പ്രായമായി 80 വയസ്സിന് മുകളിൽ, 80-85 വയസ്സിന് മുകളിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു മരിക്കുമ്പോഴേക്കും. അങ്ങനെയാണ് അപ്പ മരിച്ചത്. കുഞ്ഞപ്പൻ ഓട്ടോയും കാത്ത് നിൽക്കുമ്പോഴാണ് ചിറ്റ ആ ഫോട്ടോയും കൊണ്ട് വരുന്നത്. ഫ്രെയിം ചെയ്ത ഫോട്ടോയാണ്. അപ്പോൾ ഇത് കസേരയിൽ വെച്ചിട്ടാണ് മാലയൊക്കെ തൂക്കി നമ്മൾ ബാക്കി കാര്യങ്ങളും ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊക്കെ നിന്ന് പറയാണ്. എൻ്റെ കോലം നിങ്ങൾ നോക്കരുത്, രാവിലത്തെ കോലാണ്. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗം മൊത്തം പുല്ല് പിടിച്ചിരിക്കുകയായിരുന്നു. അവിടെയൊക്കെ കിളച്ച് വൃത്തിയാക്കിയിട്ടതാണ്. അവിടെയാണ് നമ്മൾ ബലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അന്ന് ടീച്ചേഴ്സ് ഡേ കൂടിയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കുഞ്ഞമ്മയുടെ കടയിൽ പോയി മഞ്ചൊക്കെ വാങ്ങിച്ച് കുഞ്ഞപ്പൻ്റെ ബാഗിൽ ഇട്ട് കൊടുത്തു. ടീച്ചേഴ്സിന് എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മഞ്ചൊക്കെ വാങ്ങിച്ച് കൊടുത്തു. ഗൈസ് ഇന്ന് ശ്രീകുട്ടൻ്റെ പരീക്ഷയാണ്. ഗൈസ് ഇന്ന് എന്താണ് പരീക്ഷ? ഇന്ന് ബിസിനസ് സ്റ്റഡീസ് ആണ്. എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? 3 ചാപ്റ്റർ ഉണ്ട്, 2 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെന്നോ. കറക്റ്റ് 8 മണിക്ക് കുഞ്ഞപ്പം പോയപ്പോൾ തന്നെ ശ്രീകുട്ടൻ ശ്രീഹരി എല്ലാവരും കസിൻസ് എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ അതേ അച്ഛൻ വെളിച്ചോറുണ്ടാക്കാനുള്ള അടുപ്പും കല്ലും എല്ലാം കൂട്ടാണ്. അപ്പോൾ അപ്പയുടെ ഫോട്ടോ മാലയൊക്കെ ചാർത്തി അങ്ങനെ കസേരയിൽ അങ്ങനെ സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ വിറകും അത് കത്തിക്കാനുള്ള സംഭവം എല്ലാം ഓക്കെ ആയി. നമ്മൾ രാവിലത്തെ ചായ എല്ലാവരും ഉള്ളത് കൊണ്ട് അപ്പം ഓർഡറാണ് കേട്ടോ കൊടുത്തത്. സ്റ്റൂ വീട്ടിലുണ്ടാക്കി അപ്പം ഓർഡർ കൊടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ. ചായയൊക്കെ വെച്ചു. അങ്ങനെ ദേ വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇത്. അപ്പം ഞങ്ങളെല്ലാവരും തന്നെ ചായ കുടിച്ചു. ചായയൊക്കെ കുടിച്ചിട്ടാണ് ഗൈസ് പോയി കുളിച്ചത്. വിശന്നൊരു പരിവായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ അപ്പം സ്റ്റൂ ഒക്കെ കാണുമ്പോൾ പിന്നെ കുളിച്ചിട്ട് കഴിക്കാനൊക്കെ ആർക്കല്ലേ നേരം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞമ്മയും ചിറ്റ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും വെളിച്ചോറുണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അങ്ങനെ വെളിച്ചോറിനുള്ള അരി അടുപ്പത്തിട്ടത് കുഞ്ഞമ്മയാണ് കേട്ടോ. അതേ കുഞ്ഞമ്മ അരി അടുപ്പത്തിട്ടു. അപ്പോൾ കുറച്ച് പേര് എന്ത് ചെയ്തു, അവിടെ അപ്പനെ ബലിയൊക്കെ ചെയ്യേണ്ട സ്ഥലം അവിടെ പോയിട്ട് പൂവൊക്കെ ഇട്ട് അവിടെയൊക്കെ അടിപൊളിയാക്കി. ചിറ്റന്മാരും എല്ലാവരും വന്നു, കൊച്ചിച്ചന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി ഞാൻ അവിടെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ അരിയൊക്കെ തിളച്ചു.
ചിറ്റയ്ക്കും അപ്പയ്ക്കും മക്കളില്ല കേട്ടോ. അപ്പം മരിച്ചുപോയ നമ്മുടെ അപ്പയുടെ ചേട്ടൻ്റെ മകനാണ് നമ്മുടെ അച്ഛൻ. ഇവര് 4 ചേട്ടനനിയന്മാരിലെ ഏറ്റവും മൂത്തത് നമ്മുടെ അച്ഛനാണ്. അപ്പം എല്ലാവരും പോയി ബലിയൊക്കെ ഇട്ടു. അങ്ങനെ ഞാനാണെങ്കിൽ കുഞ്ഞപ്പൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അതെ, അപ്പോൾ പാറുവൊക്കെ വന്നു, കസിൻസും ഒക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ കുഞ്ഞപ്പൻ അങ്ങനെ വന്നു. അപ്പോൾ അപ്പയുടെ മാല ചാർത്താൻ വേണ്ടിയുള്ള പൂ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ കൊച്ചിച്ചൻ ആ സമയത്ത് എനിക്ക് മുറിച്ച് തന്നാണ്, ഇന്നാടി ഇത്രയും വേണ്ട നീ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. കുഞ്ഞപ്പനാണെങ്കിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ എല്ലാവരെയും കൂടി കണ്ടപ്പോൾ ഓടുന്ന വഴി ആ പൂവിട്ടിരിക്കുന്നതൊക്കെ അവൻ അവിടെ ശ്രദ്ധിച്ചുകൊണ്ടാണ് കേട്ടോ ഓടുന്നത്. വീട്ടിലിങ്ങനെ എല്ലാവരും വരുന്നതും എല്ലാവരും കൂടി ഇങ്ങനെ പരിപാടിയൊക്കെ ചെയ്യുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയും മുല്ലപ്പൂ വെച്ചോ എന്നൊക്കെ ചോദിച്ചാൽ അത് മണത്തി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ അവന് വന്നവരിൽ ആരോ മിഠായിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് അവൻ മിഠായി തിന്നുന്നു. ശ്രീകുട്ടന് ഉച്ചയ്ക്കായിരുന്നു കേട്ടോ പരീക്ഷ. അപ്പോൾ അങ്ങനെ കൊച്ചിച്ചൻ ശ്രീകുട്ടനെ സ്കൂളിലാക്കാൻ വേണ്ടി അവനെ കൊണ്ടുപോയി. അപ്പോഴേക്കും എന്തൊരു ഓട്ടോ വന്നു. ഞാൻ ഓർത്ത് എന്താണ് ഓട്ടോ, അപ്പോഴാണ് കേട്ടോ നമ്മൾ ഉച്ചയ്ക്കുള്ള സദ്യയും കാര്യങ്ങളൊക്കെ ആ ഓട്ടോയിൽ ഓർഡർ ആയിരുന്നു. അപ്പം അതേ എന്തുവാ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് കൊച്ചിച്ചനാണ്, അച്ഛൻ്റെ അനിയനും ചേട്ടനും കൂടിയാണ് എല്ലാം എടുത്ത് ഫ്രണ്ടിൽ കൊണ്ട് വെക്കാണ് കേട്ടോ. അപ്പോൾ ചിറ്റമാരും കുഞ്ഞമ്മയും അമ്മയും എല്ലാവരും അപ്പച്ചിമാരും എല്ലാവരും വന്നു, എല്ലാവരും ഉണ്ടാകും കേട്ടോ. ചോറുണ്ണാനുള്ള സമയമായി, പക്ഷെ ആർക്കും അങ്ങനെ വിശപ്പൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ ബലിച്ചോറൊക്കെ എല്ലാവരും തിന്നിട്ട്, ബലിച്ചോറ് തിന്നുമ്പോഴേ എല്ലാവരുടെയും വിശപ്പ് കേടുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് സദ്യ വിളമ്പാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറികളും ചോറും എല്ലാം കൊണ്ട് അടുക്കി വെക്കുന്നേ ഉള്ളൂ. അപ്പച്ചിമാരുടെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. കുഞ്ഞപ്പനാണെങ്കിൽ രാവിലെ ഇത്തിരി ഓട്സും കഴിച്ചിട്ട് പോയതാണ്. അവനാണെങ്കിൽ വിശപ്പുമില്ല ഒന്നുമില്ല, കഴിക്കടാന്നൊന്നും പറഞ്ഞിട്ട് അവന് വേണ്ട കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ചിറ്റമാരെയൊക്കെ പിടിച്ചിരുത്തി. ഇതേ അത് കസിനാണ് കേട്ടോ, പാറോക്കനെയൊക്കെ പിടിച്ചിരുത്തി. പാറോക്കൊക്കെ ഒരു പൊടി വാവയുള്ളതാണ്. അപ്പോൾ വാവേനെ വീട്ടിലാക്കിയിട്ടൊക്കെയാണ് അക്ക വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും വിളമ്പി കൊടുത്തു. ഇത് 2ാമത്തെ പന്തിയാണ് കേട്ടോ. അപ്പോൾ 2ാമത്തെ പന്തിയായപ്പോൾ എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഞാനും ഇരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വിശപ്പില്ലാത്തതുകൊണ്ട് എല്ലാവരും അടുത്തിരിക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബീഫ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞപ്പനാണെങ്കിൽ അവൻ്റെ കളിപ്പാട്ടം മൊത്തം എടുത്തുകൊണ്ട് വന്നിട്ട് ചൊരിഞ്ഞിട്ടിട്ട് ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ട് അവനുമായിട്ടിരുന്ന് കളിക്കുകയാണ്. കുറേ സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ നടന്നു ഗൈസ്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നില്ലേ, നമുക്ക് വിളമ്പാനും പിടിക്കാനും എപ്പോഴും വീഡിയോ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞാണ് പിന്നെ വീഡിയോ എടുക്കണ കാര്യം ഓർത്തത്. കുഞ്ഞപ്പന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനെ കൊണ്ട് കിടത്തി ഉറക്കി, ഞാനും കിടന്നുറങ്ങി. അപ്പോൾ ചേട്ടനാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തത്. ഞങ്ങൾ കിടന്നുറങ്ങുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉറങ്ങി എണീറ്റപ്പോൾ കാര്യങ്ങളൊക്കെ കാണിച്ചു. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസം വേണമെങ്കിൽ ഇന്നാണെന്ന് പറയാം. എന്താണ് കാര്യമെന്ന് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. കുഞ്ഞപ്പനും അച്ഛനും പുറകെ ബൈക്കിലുണ്ട് കേട്ടോ. നമ്മൾ കുഞ്ഞപ്പനൊരു ഡ്രസ്സ് എടുക്കാൻ തൊട്ടപ്പുറത്തെ കടയിൽ പോവാണ്. അവന് ഓണം പ്രമാണിച്ച് ചേട്ടൻ്റെ അമ്മ ഒരു ഉടുപ്പെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് കുറച്ച് വലുതാണ്. അപ്പോൾ അത് ഞങ്ങൾ മാറ്റി വാങ്ങിക്കാൻ പോവാണ്. ഇന്ന് ആ ഉടുപ്പിട്ടിട്ടാണ് കുഞ്ഞപ്പൻ ആ സ്ഥലത്ത് പോകാൻ പോകുന്നത്. നമ്മുടെ അടുത്തുള്ളൊരു ഫർണിച്ചർ ഷോപ്പാണ്. അവിടെ ചെറിയ രീതിയിൽ നമുക്കിപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയൊരു ആദരം, എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ, അതിനെന്താ പറയേണ്ടതെന്ന് അറിയില്ല. ചെറിയൊരു കുഞ്ഞപ്പനൊരു മൊമെൻറ്റോ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെറിയൊരു പൊന്നാട അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിയില്ല ശരിക്കും എങ്ങനെയാണെന്ന്. അവിടെ ചെന്നാലേ എനിക്ക് എന്തൊക്കെ പരിപാടിയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഫർണിച്ചർ ഷോപ്പാണ്, അവിടെ വെച്ചിട്ടാണ്. ഇപ്പോൾ വൈകുന്നേരം 5 മണിക്ക് നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോകാനാണ് കേട്ടോ ഈ ഡ്രസ്സ്. ഓൾറെഡി അമ്മ ഓണം പ്രമാണിച്ച് അവൻ എടുത്താണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി കുറച്ച് ചെറുത് എടുത്തോണ്ട് വരാം. അപ്പോൾ എന്താണെങ്കിലും അതിൽ നിന്ന് ഇട്ടുകൊണ്ട് പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ കടയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കുഞ്ഞെ എൻ്റെ ദൈവമേ ഇറങ്ങിയാ ഓക്കെ ചെല്ലി. എല്ലാ വർഷവും നമുക്കിങ്ങനെ നമ്മുടെ വല്യത്തോട് ഓണച്ചന്ത ഉണ്ടാവും. ഒരുപാട് പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാവും. കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കൂടി പോവുകയാണെങ്കിൽ വാങ്ങിക്കാം. നമ്മുടെ നാട്ടുകാരോടാണ് കേട്ടോ പറഞ്ഞത് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ദൂരം നിന്ന് ആരെങ്കിലും വരുമോ ആവോ. കുഞ്ഞു ചേച്ചി കേറിക്കോ ചെരുപ്പൂരിയാ. കുഞ്ഞപ്പൻ അവിടെ ചെന്ന് ഓരോ ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ ഇടിപ്പിച്ച് നോക്കുകയാണ് കേട്ടോ. അവനാണെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കൂല, ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കുറേ വിളിച്ച് അവസാനം ഒരു വിധത്തിൽ വന്ന് നിന്ന് ഇട്ട് നോക്കി. ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, ഇത് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിന് കുറച്ച് ഇറക്കം കൂടുതലാണ് ഗേസ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ഇറക്കം കൂടുതലാണ് കേട്ടോ. അപ്പോൾ ചേട്ടന് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ചുമ്മാ ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് നോക്കി, ബട്ടൺസ് ഒന്നും ഇട്ടില്ല, അപ്പോൾ തന്നെ മാറി. അങ്ങനെ കുറച്ച് ഷർട്ടൊക്കെ നോക്കി. സമയം പോകുന്നത് അറിയില്ലല്ലോ ഈ തുണിക്കടയിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അമ്മയുടെ വകയല്ലേ എടുക്കുന്നത്. അപ്പോൾ അമ്മ എടുത്തതിന് പകരം ഞങ്ങൾ വേറൊരെണ്ണം എടുക്കുന്നതല്ലേ ഉള്ളൂ. അവസാനം ഞങ്ങളൊരു ടീഷർട്ട് നിക്കറുമാണ് കേട്ടോ എടുത്തത്. ഡ്രസ്സ് നോക്കിയിരുന്നിരുന്നിരുന്ന് സമയം പോയി ഗൈസ്. അവസാനം കഴിഞ്ഞപ്പോൾ ഒരു ടീഷർട്ടും ഷോർട്സും ആണ് കേട്ടോ എടുത്തത്. കുറേ സമയം പോയി, ഒട്ടും സമയമില്ല. വീട്ടിൽ പോയി വേഗം റെഡി ആവാൻ മാത്രമേ ടൈമുള്ളൂ. വേഗം പോവാം ഗൈസ്. അപ്പോൾ റെഡി ആയി കേട്ടോ. നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും ഈ സാരി. ഞാൻ ഈ സാരി തന്നെയാണ് എടുത്തത്. കുറച്ച് പക്വത തോന്നിക്കോട്ടെ. ഈ കുഞ്ഞിപ്പോൾ നമ്മളിപ്പോൾ പോയി എടുത്തത് ഈ ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് അവൻ ഇട്ടിരിക്കുന്നത്. ആ പനി ഇതുവരെ മാറിയിട്ടില്ല ശരിക്കും. ഇപ്പോഴും ചെറിയൊരു പനി ഉണ്ട് കേട്ടോ. ഇപ്പോഴും ശരിക്കും മാറിയിട്ടില്ല. ടെൻഷൻ കാരണം ചായ കുടിക്കുകയാണ് ഗൈസ്. തണുത്ത് പോയി ചായ.
ഗൈസ്, അപ്പൊ നമ്മൾ കാറിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. വേറൊന്നും അല്ല, നടന്നു പോകാനുള്ള ദൂരമുള്ള തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഇവിടെ ഒരു പാലമുണ്ട്. നമ്മൾ ഇതേ പാലം കയറി നേരെ ഇറങ്ങുമ്പോൾ കടയാണ്. എന്തെങ്കിലും മൊമെന്റോയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു വരാൻ ഒരു ചമ്മല്. അതുകൊണ്ടാണ് കാറിൽ വന്നത്. അതാകുമ്പോൾ ആരും കാണത്തില്ലല്ലോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഷോപ്പ്. അനിത സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്നാണ് കേട്ടോ പേര്. ഒരു ഫർണിച്ചർ ഷോപ്പാണ്. അവിടുത്തെ തമ്പി നമ്മുടെ ഒരു മാമൻ കൂടിയാണ് കേട്ടോ, തമ്പി മാമൻ. അപ്പൊ മാമനും മാമിയും പിള്ളേരും എല്ലാവരും ഉണ്ട്. അപ്പൊ മാമനാണ് സർപ്രൈസ് ആയിട്ട് വന്ന് ഈ കാര്യം നമ്മളോട് പറഞ്ഞത്. വാർഡ് മെമ്പർ നമ്മുടെ ബിനീഷ് ഏട്ടനെയൊക്കെ തമ്പി മാമൻ തന്നെയാണ് വിളിച്ചത്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് വിശിഷ്ടാതിഥികളൊക്കെ ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് കവിത എഴുതി ആലപിച്ചിട്ട് ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് പ്രസാദേട്ടനൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് അനിത സ്റ്റീൽ ഇൻഡസ്ട്രീസ് നമ്മളെല്ലാ കൊല്ലവും ഓണത്തിനോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു ഉപഹാര സമർപ്പണവും ഇത്തരത്തിലുള്ളൊരു പരിപാടിയും നടത്തിക്കൊണ്ടു പോരുന്നതാണ്. നമ്മുടെ പ്രദേശങ്ങളിൽ വളരെ അഭിമാനകരമായിട്ടുള്ള രീതിയിൽ ഞാനത് തുടക്കം മുതൽ എനിക്ക് അറിയാം. തുടക്കത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് ചേട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് അത്ര വലിയ കാര്യമായിട്ട് എനിക്കൊന്നും തോന്നിയില്ലായിരുന്നു. ഇത്രക്ക് വലിയ രീതിയിലേക്കുള്ള ഒരു ലൈഫ് ആത്യന്തികമായിട്ട് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. 7 ലക്ഷം പേര് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനത്തെ നമ്മുടെ വാർഡ് മെമ്പർ ബിനീഷേട്ടൻ നമുക്ക് പൊന്നാട, കുഞ്ഞപ്പനാണ് കേട്ടോ, പൊന്നാട ഇട്ട് കൊടുത്തു. അവൻ എന്താണ് ഈ നടക്കുന്നതൊന്നും ഒരു എത്തും പിടിയില്ല കേട്ടോ. സ്കൂളിൽ മാവേലിയായിട്ട് മത്സരിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഒന്നും പറഞ്ഞിട്ടില്ല. സ്കൂൾ തുറന്നാലേ അതിൻ്റെ പ്രൈസ് പറയുള്ളൂ. അപ്പോൾ അവൻ്റെ വിചാരം അവൻ എന്തോ മാവേലിയായിട്ട് ഫസ്റ്റ് കിട്ടിയിട്ട് അതിൻ്റെ ട്രോഫിയാണ് ഈ കിട്ടുന്നതെന്നാണ് പുള്ളിക്കാരൻ്റെ വിചാരം. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ആൾക്ക് കാര്യം മനസ്സിലായി കേട്ടോ. നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതുകൊണ്ടാണ് പൊന്നാ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കിട്ടിയതാണെന്ന് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രസാദേട്ടനാണ്, ഞാൻ പറഞ്ഞില്ലേ, നല്ലോണം കവിത എഴുതി പുള്ളി ആലപിക്കും. പുള്ളിക്കും ചെറിയൊരു ആദരവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് 2 ചേച്ചിമാർക്ക് നറുക്കെടുപ്പിലൂടെ 2 ഗിഫ്റ്റ് തമ്പിമാമൻ കൊടുത്തു. അതായത് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് എല്ലാ മാസവും 2 പേരെ സെലക്ട് ചെയ്ത് ഇങ്ങനെ മാമൻ ഗിഫ്റ്റ് കൊടുക്കും. എല്ലാ മാസവും കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പ്രസാദേട്ടനോട് ഒരു കവിതയൊക്കെ ആലപിച്ചു. റോഡിലൂടെ നിറയെ വണ്ടി പോകുന്നതുകൊണ്ട് അതിന്റെ ഒച്ച കാരണം നമ്മൾ പ്രസംഗിച്ചതും പ്രസാദേട്ടൻ കവിത ചൊല്ലിയൊന്നും ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു ആദരം കിട്ടുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ 7 ലക്ഷത്തിലും മേലെ 7,30,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന വലിയൊരു നേട്ടത്തോടുകൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഗൈസ്, ഞാൻ പറഞ്ഞ കുറച്ച് മാത്രം നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പെട്ടെന്ന് അവരെല്ലാവരും കൂടി 2 വാക്ക് പറയുന്നതിന് നിർബന്ധിച്ചപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാണ്. അങ്ങനെ നമ്മുടെ ആദ്യം തൊട്ടുള്ള ജേണി തന്നെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ഈ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിലാണ് നമുക്ക് പെട്ടെന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയതും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. നമ്മളെല്ലാവരുമായിട്ട് വീട്ടിലോട്ട് പോയി കേട്ടോ. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ, സീ യു.